ഡ്രസ്സ് ബിസിനസ് തുടങ്ങണം, പക്ഷേ എവിടുന്ന് ഡ്രസ്സ് ചീപ്പായിട്ട് കിട്ടും, ഹോൾസെയിലായിട്ട് എവിടുന്ന് എടുക്കും? നിങ്ങൾ ഒരുപാട് പേര് ആലോചിച്ചിട്ടുള്ള കാര്യമായിരിക്കില്ല അത്. നമ്മൾ തുടങ്ങിയപ്പോൾ എവിടുന്നാണ് എടുത്തത്? ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ആക്ച്വലി നമ്മൾ തുടങ്ങിയപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നത് ബ്രോഡ്വേ എന്നായിരുന്നു. ബ്രോഡ്വേ അറിയാലോ, എറണാകുളം ബ്രോഡ്വേ മാർക്കറ്റ്. അപ്പോൾ അവിടെ വലിയൊരു ഹോൾസെയിൽ മാർക്കറ്റാണ്. നമ്മൾ ഡ്രസ്സാണെങ്കിലും ജ്വല്ലറി ആണെങ്കിലും ഒക്കെ ബ്രോഡ്വേ മാർക്കറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ. പക്ഷേ ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചീപ്പായിട്ട് കിട്ടില്ല കേട്ടോ. അതായത് ഇപ്പോൾ ഒരു 500-നൊക്കെ നമുക്ക് കിട്ടുന്ന ഡ്രസ്സാണെങ്കിൽ നമുക്കൊരു 700 രൂപയ്ക്കൊക്കെ കൊടുക്കാൻ പറ്റും. അത്രയും മാർജിൻ ഇടാൻ പറ്റുള്ളൂ, ഒരുപാട് വലിയ എമൗണ്ട് ഇടാൻ പറ്റില്ല. ഇപ്പോൾ ജ്വല്ലറി ആണെങ്കിലും അത്യാവശ്യം റേറ്റ് ഉണ്ട്, പക്ഷേ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കിയെടുക്കാം. അതോടൊപ്പം തന്നെ ഡാമേജ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് റീഫണ്ട് ചെയ്യാം. അങ്ങനെയുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ബ്രോഡ്വേ മാർക്കറ്റ് നല്ലൊരു ഓപ്ഷനാണ്. അതുപോലെ തന്നെ ഇപ്പോൾ പുറത്ത് നിങ്ങൾ ഡ്രസ്സിൻ്റെയും ജ്വല്ലറിയുടെ ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ഡ്രസ്സിൻ്റെ മെയിനായിട്ടും സൂറത്താണ്, ഗുജറാത്ത് സൂറത്തിൽ തന്നെയാണ്. പക്ഷെ അവിടെ പോയി എടുക്കുക എന്നുള്ളത് കുറച്ച് ടാസ്ക്കാണ്. കാരണം നമ്മൾ ചെറിയ രീതിയിലൊക്കെ ബിസിനസ് തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ പോയിട്ട് കാര്യമില്ല. കാരണം നമ്മൾക്ക് അങ്ങോട്ട് ട്രാവൽ ചെയ്യാനും ഇങ്ങോട്ടും എല്ലാം കൂടി 2-3 ദിവസം വേണം. പിന്നെ അവിടുത്തെ സ്റ്റേ, ഫുഡ്, അങ്ങനെ കുറേ എക്സ്പെൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചെറിയ ബഡ്ജറ്റിന് എടുക്കുകയാണെങ്കിൽ അത് അഫോർഡബിൾ ആവില്ല. പക്ഷെ വലിയൊരു എമൗണ്ട്, ഒരു 1 lakh 2 lakh ഒക്കെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഓക്കെയാണ്. അവിടെ എന്ന് പറയുമ്പോൾ നല്ല ചീപ്പായിട്ടൊക്കെ ഡ്രസ്സ് കിട്ടും കേട്ടോ. പക്ഷെ നമ്മുടെ കേരളത്തിലുള്ള ഈ ജോർജറ്റി കുർത്തീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചിലപ്പോൾ കിട്ടണമെന്നില്ല. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കിട്ടും. മെറ്റീരിയൽസ് ആയാലും സാരീസ് ആയാലും എല്ലാ ഐറ്റം കിട്ടും. പക്ഷെ അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ നോക്കിയെടുക്കണം. കാരണം ഒത്തിരി ഫ്രോഡ്സ് ഉണ്ട്. പിന്നെ നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴാണെങ്കിൽ നമ്മൾ ആരോടും പറയാനൊന്നും പാടില്ല അവിടെ എത്തിയിട്ട് നമ്മൾ ഡ്രസ്സ് അന്വേഷിച്ച് വന്നതാണെന്നുള്ളത്. കാരണം അവിടെ മൊത്തവും കമ്മീഷൻ ബേസ്ഡ് ആണ് നടക്കുന്നത്. അതായത് എല്ലാവരും നമ്മളിൽ നിന്ന് കമ്മീഷൻ അടിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് കൂടുതൽ കമ്മീഷൻ കിട്ടുന്ന ഷോപ്സ് സജസ്റ്റ് ചെയ്യും. അപ്പം അങ്ങനെ ഒരു ഇഷ്യൂ അവിടെ ഉണ്ട്. അപ്പം നിങ്ങളെന്ത് ചെയ്യുക, നിങ്ങൾ തന്നെ അന്വേഷിക്കുക എവിടെയാണ്, ഏത് ഷോപ്പിലാണ് പോകേണ്ടതെന്നുള്ള ഏകദേശം ഒരു ധാരണ ഉണ്ടാക്കുക. അതിനുശേഷം പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി ട്രാവൽ ചെയ്യാൻ വേണ്ടി നമുക്ക് ഫ്ലൈറ്റിന് പോകാം, അപ്പോൾ അതുപോലെ ട്രെയിനിനും പോകാം. സൂറത്ത് ട്രെയിനിന് പോകാൻ പറ്റും. പക്ഷെ അത് നോർത്തിലൊക്കെ പോകുമ്പോൾ കുറച്ചൊരു ടാസ്ക്കാണ്, അത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഡ്രസ്സ് ബിസിനസ് തുടങ്ങണം, വലിയ രീതിയിൽ നല്ല രീതിയിൽ ഡിസ്കൗണ്ടായിട്ട് ചെറിയ പ്രൈസിന് പ്രൊഡക്റ്റ് കിട്ടണം, അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നേരെ സൂറത്തിലോട്ട് വിട്ടോളൂ. അഫോർഡബിളാണ്. പക്ഷെ ശ്രദ്ധിക്കുക, പർച്ചേസ് ചെയ്യുമ്പോഴായാലും എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് ചെയ്യുക. റിട്ടേൺ പോളിസീസും കാര്യങ്ങളൊക്കെ അവരുടെ അടുത്ത് പറയാം. നമ്മൾ സെലക്ട് ചെയ്ത ഐറ്റം തന്നെയാണോ അവരെ അയച്ചു തന്നെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. ഓൾ ദി ബെസ്റ്റ്.